Hello students, the next topic is matrix multiplication. Very important question. So before moving to the program, we have to consider an example, mathematical example. Consider first matrix 3, 1, 2, 1, 2, 3. Then second matrix 1, 2, 3, 4, 5, 6. Just values. Okay, so the first matrix consists of 2 columns and 3 rows. 2 rows and 3 columns. And the second matrix consists of 3 rows and 2 columns. So to multiply two matrices, the first condition is the number of columns of first matrix and the number of rows of second matrix should be same, otherwise matrix multiplication is not possible. And the output consists of number of elements, that is number of rows is equal to number of rows of the first matrix, and the number of columns in the output matrix equal to the number of columns of the second matrix. Okay, രണ്ട് matrix multiply ചെയ്യണമെങ്കിൽ ഫസ്റ്റ് മാട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ് ആൻഡ് സെക്കൻഡ് മാട്രിക്സിലെ നമ്പർ ഓഫ് റോസ് ഈക്വൽ ആയിരിക്കണം. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് മാട്രിക്സിനെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് മാട്രിക്സിന് ഈക്വലൻ്റ് ആയിരിക്കും, നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് സെക്കൻഡ് മാട്രിക്സിന് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് ആൾ 3 ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് ആൾ 1 പ്ലസ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് ആൾ ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് ആൾ പ്ലസ് ഫസ്റ്റ് റോയിലെ തേർഡ് ആൾ ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ തേർഡ് ആൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, ദെൻ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് മുമ്പേ ഉള്ള റിസൾട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. ദെൻ ഈ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും ഈ മുമ്പേ ഉള്ള ഇത്ര റിസൾട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അതൊക്കെ മനസ്സിലോട്ടണം, പ്രോഗ്രാം വരുമ്പം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ലൂപ്സ് യൂസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയാൻ നമുക്കിവിടെ ഓരോ റോയിലോട്ട് പോകണം, അതിന് ഒരു ലൂപ്പ് വേണം. അതായത് ഫസ്റ്റ് റോയിലോട്ട് പോകണം, സെക്കൻഡ് റോയിലോട്ട് പോകണം, അതൊരു റെപ്പറ്റീഷൻ ആയതുകൊണ്ട് അതിനൊരു ലൂപ്പ് വേണം. ഐ ലൂപ്പ് യൂസ് ചെയ്യും, ഐ വേരിയബിൾ യൂസ് ചെയ്ത്. ഇനി നമ്മൾ ഓരോ റോയിൽ കയറിയിട്ടും ഫസ്റ്റ് കോളത്തിലോട്ട് പോകണം, സെക്കൻഡ് കോളത്തിലോട്ട് പോകണം അല്ലേ? കോളത്തിലോട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകണം. സോ അവിടെയും നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. അവിടെ ജെ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യും. ഇനി ഞാനിവിടെ പറഞ്ഞു, ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ അവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഇനി ഇവിടെ ഫസ്റ്റ് റോയിലെ, അത് ഒന്നും കൂടി സിമ്പിളായിട്ട് പറയാം, ഇവിടെ നമ്മൾ 3 ഇൻറ്റു 1 എടുക്കുമ്പോൾ റോയിൽ ഫസ്റ്റ് എലമെൻറ്റും കോളത്തിൽ ഫസ്റ്റ് എലമെൻറ്റും ഫസ്റ്റ്. ഇനി ഈ കേസിൽ എന്താ, റോയിൽ സെക്കൻഡ് എലമെൻറ്റും കോളത്തിൽ സെക്കൻഡ് എലമെൻറ്റ്, അപ്പോൾ അവിടെ സെക്കൻഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഇനി ഇവിടുത്തെ കേസോ റോയിൽ തേർഡ് എലമെൻറ്റും കോളത്തിൽ തേർഡ് എലമെൻറ്റ്, അപ്പോൾ ഇവിടെ 3 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് മൾട്ടിപ്ലിക്കേഷൻ നോക്കുവാണെങ്കിലോ 3 ഇൻറ്റു 4 പ്ലസ് 1 ഇൻറ്റു 5 പ്ലസ് 2 ഇൻറ്റു 6. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും, ആദ്യമേ റോയിൽ ഫസ്റ്റ് ആൾ, കോളത്തിലെ ഫസ്റ്റ് ആൾ, റോയിൽ സെക്കൻഡ് ആൾ, കോളത്തിലെ സെക്കൻഡ് ആൾ, റോയിൽ തേർഡ് ആൾ, കോളത്തിലെ തേർഡ് ആൾ. അപ്പോൾ അവിടെ ഒരു 1 2 3 എന്ന് പറയുന്ന റെപ്പറ്റീഷൻ വരുന്നുണ്ട്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കെ എന്ന് പറയുന്ന വേറൊരു വേരിയബിളോട് യൂസ് ചെയ്തിട്ടുള്ള തേർഡ് ഫോർ ലൂപ്പും കൂടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പ്രോഗ്രാമിലോട്ട് പോകാം. ഫസ്റ്റ് ഇവിടെ നമ്മൾ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു കോഡ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് stdlib യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ഫസ്റ്റ് വി ഹാവ് ടു എൻ്റർ ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ്, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. ഫസ്റ്റ് മെട്രിക്സിൻ്റെ കേസിൽ R1 C1, സെക്കൻഡ് മെട്രിക്സിൻ്റെ കേസിൽ R2 C2. ഇവിടെ നമ്മളൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, നമ്പർ ഓഫ് കോളംസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ സെക്കൻഡ്, നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ആൻഡ് നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് ഷുഡ് ബി സെയിം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ടിൻ്റെയും റോയും കോളം സെപ്പറേറ്റ് എടുക്കുന്നത്. മെട്രിക്സിൻ്റെ കേസിൽ, അഡീഷൻ്റെ കേസിലാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഇല്ല, നമ്മൾ സെയിം ആയിട്ട് തന്നെ എടുക്കത്തുള്ളൂ. സോ R1 C1 R2 C2 കൊടുത്തു, 3 മെട്രിക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ദെൻ 3 ലൂപ്പ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IJKയും യൂസ് ചെയ്തു.
നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് C1 കോളം 1 നോട്ട് ഈക്വൽ ടു R2 റോ 2 മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോട്ട് പോസിബിൾ വി ഹാവ് ടു എക്സിറ്റ് ഫ്രം. അതിന് വേണ്ടിയിട്ടാണ് stdlib എന്ന് പറയുന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നത്. ദെൻ അതർവൈസ് എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ആദ്യത്തെ മെട്രിക്സിലോട്ട് വാല്യൂ കൊടുക്കണം. അപ്പോൾ R1ഉം C1ഉം ആണ് അതിൻ്റെ റോയും കോളവും ഫസ്റ്റ് മെട്രിക്സ് എൻ്റർ ചെയ്തു. ഇനി എന്താ സെക്കൻഡ് മെട്രിക്സ് എൻ്റർ ചെയ്യണം. സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത് B ആണ്, അവിടെ R2ഉം C2 ആണ് റോയും കോളവും. സെക്കൻഡ് മെട്രിക്സ് എൻ്റർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു 3 ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റോസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ R1 കൊടുത്തു. ഇനി സെക്കൻഡ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ഓഫ് സെക്കൻഡ് മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അപ്പോൾ C2 കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ വട്ടവും നമ്മൾ ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ 3 into 1 കണ്ടുപിടിച്ചു, അതിനെ സിയിലോട്ട് ആഡ് ചെയ്യും. ഇനിയിപ്പോൾ 1 into 2 കണ്ടുപിടിക്കും, അതിനെ നമ്മൾ സിയിലോട്ട് ആഡ് ചെയ്യും. പ്ലസ് 3 into 5 കണ്ടുപിടിച്ചു, അതിനെ നമ്മൾ സിയിലോട്ട് ആഡ് ചെയ്യും. സോ ഇപ്പോൾ ഒരു സി എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് ഓരോ മെട്രിക്സ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇനിഷ്യലി ഒരു 0 വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ C of ij 0 സെറ്റ് ചെയ്തു. ഇനി k of 0 k equal to 0, then k less than or equal to C1 k plus plus C of ij equal to C of ij plus A of ik into B of kj. അപ്പോൾ ഇവിടെ C of ij ഈക്വൽ ടു C of ij എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് നേരത്തെ ഉള്ളതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോവുക. അതിന് വേണ്ടിയിട്ടാണ് C of ij പ്ലസ് ഈക്വൽ ടു കൊടുത്തത്. ഇനി പ്ലസ് A of ikയും B of kjയും. അപ്പോൾ ഈ I കൊണ്ട് ഉദ്ദേശിക്കുന്ന റോയും ഈ J കൊണ്ട് ഉദ്ദേശിക്കുന്ന കോളവും ദെൻ അവിടുത്തെ 1 2 3 എന്ന് പറഞ്ഞ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് K യൂസ് ചെയ്യുന്നത്. മനസ്സിലാവും? I ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫസ്റ്റ് മെട്രിക്സിൽ ഏത് റോ ആണെന്നുള്ളതും J ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെക്കൻഡ് മെട്രിക്സിൽ ഏത് കോളോ ആണെന്നുള്ളതും അവിടെ എത്രാമത്തെ എലമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് K. അതായത് ഇവിടെ ഐയുടെ വാല്യൂ ഫസ്റ്റ് റോ ആണെങ്കിൽ ഇവിടെ 0 വരും, അതിൽ ഫസ്റ്റ് കോളോ ആണെങ്കിൽ ഇവിടെ 0 വരും, അതിൽ ആദ്യത്തെ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 0 വരും. ഇനി ഫസ്റ്റ് റോ തന്നെയാണെങ്കിൽ ദെൻ അതിലെ ഫസ്റ്റ് കോളവും തന്നെയാണ്, അതിൽ സെക്കൻഡ് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 വരും. ഇനി ഫസ്റ്റ് കോളവും തന്നെ അതിലെ തേർഡ് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 എന്ന് പറഞ്ഞ് വരും. അതിന് വേണ്ടിയിട്ടാണ് K യൂസ് ചെയ്യുന്നത്. മനസ്സിലാവും? അപ്പോൾ C of ij എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടൻറ്റ് മെട്രിക്സ് ആണ്. അപ്പോൾ അവിടെ റിസൾട്ടൻറ്റ് മെട്രിക്സിൽ ഓരോ തവണയും നമ്മൾ ആ അതായത് ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മളവിടെ ചെയ്യുമ്പോൾ തന്നെ അവിടെ അതിൻ്റെ ഇടയ്ക്ക് സമ്മും കൂടെ ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് 3 into 1 plus 1 into 2 plus 3 into 10. അപ്പോൾ ഓരോ തവണ നമ്മൾ ആ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ടും ആഡ് ചെയ്ത് പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ C of ij ഈക്വൽ ടു C of ij പ്ലസ് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ K യൂസ് ചെയ്യുന്നത് നമ്മൾ റോ വൈസും എടുക്കും കോളം വൈസും എടുക്കും, അതിൽ തന്നെ നമ്മൾ 1 2 3 എന്ന് പറഞ്ഞാൽ പൊസിഷൻ വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് K യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അല്ലാന്നുണ്ടെങ്കിൽ ലൈവായിട്ടുള്ളത് ലൈവ് വർക്കിംഗ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റിലടിച്ച് നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ C of ijയിൽ അതായത് റിസൾട്ടൻറ്റ് മെട്രിക്സ് C of ijയിൽ സ്റ്റോർ ചെയ്യാണ്. ദെൻ എന്ത് ചെയ്താൽ മതി? C of ij എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.